ബിസിനസിന്റെ കാര്യത്തില് ഞാനോ മക്കളോ പറഞ്ഞാൽ പോലും ഒരു വിട്ടുവീഴ്ചയില്ല. താനത് മനസ്സിൽ വെക്കല്ലേ കേട്ടോ. ഞാനത് വിട്ടു പോരെ. ആ പിന്നെ നാളെ വൈകുന്നേരം രണ്ടാളും കൂടെ ഒന്ന് വീട്ടിലേക്ക് വരണം. എന്താ വിശേഷം? ഇതുവിന്റെ ബർത്ത്ഡേ നെക്സ്റ്റ് മന്ത് അല്ലേ? സാരംഗ് പറഞ്ഞതാണ് നിങ്ങളെ ക്ഷണിക്കാൻ. നാളെ എന്തോ ഒരു പാർട്ടി ഉണ്ട്. സാരംഗ് പാർട്ടിയാണെന്ന് പറഞ്ഞ അതിനർത്ഥം അയാൾ എന്തോ പുതിയൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നു. സാധാരണ അങ്ങനെയാണല്ലോ. നമ്മുടെ ഫാമിലി പാർട്ടിയിലാണല്ലോ സർപ്രൈസ് അനൗൺസ്മെന്റുകളെല്ലാം. ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും കാണുമായിരിക്കും. നിങ്ങൾ എന്തായാലും വരണം. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. അതിന്റെ അർത്ഥം തന്റെ മനസ്സ് ഉണങ്ങിയിട്ടില്ല. വാടോ, നമ്മുടെ രണ്ടു കുടുംബവും വെറൊരു ബിസിനസിന്റെ പേരിൽ അകലാൻ പാടില്ല. പ്ലീസ്. അല്ല, ഞാനത് ഞങ്ങൾ വരാം. നമ്മളൊക്കെ തന്നെയല്ലേ ഉണ്ടാവൂ. അതത്രേ ഉള്ളൂ. എന്നാ ഓക്കെ. ശരി. എന്താ അച്ഛാ നാളത്തെ സർപ്രൈസ്? ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ടി മാൻ. അല്ല, അച്ഛനൊരു പാർട്ടി നടത്തണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണും. എനിക്ക് തോന്നുന്നത് ഇതെന്തോ ബിഗ് സർപ്രൈസ് ആന്നാ. അതല്ലേ നാളെ അപ്പൂപ്പനും അമ്മമ്മയൊക്കെ വരുന്നത്. അപ്പൂപ്പനും അമ്മമ്മ വരുന്നുണ്ടോ? പിന്നല്ലാതെ. അല്ലേ അച്ഛാ? പറയച്ചാ 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 പറ പറ പറയച്ചാ പറ അച്ഛാ പറയച്ചാ പ്ലീസ് പറ അച്ഛാ പറ. ബെസ്റ്റ്. പോത്തുപോലെ വളർന്നിട്ടും ഇപ്പോഴും നിനക്ക് അച്ഛൻ തന്നെ വാരി തരണമല്ലേ? അതിന് അമ്മയ്ക്ക് എന്താ കുശുമ്പ്? അമ്മയ്ക്കും വാരി തരണം. അച്ഛാ ഒരു അമ്മയ്ക്ക് കൊടുത്തേ. പൊടിയാണ്. ആ എന്തു പറഞ്ഞു രഞ്ജിത്ത്? നല്ല വിഷമമുണ്ട്. പക്ഷെ വരാന്ന് പറഞ്ഞു. ആ നാളെ സാരംഗ് എന്താ അനൗൺസ് ചെയ്യാൻ പോണേന്ന് അവർക്ക് അറിയേണ്ടത്. ഞങ്ങളത് ചോദിക്കായിരുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല. അനാമിക ആന്റിയോടും രഞ്ജിത്ത് അങ്കിളിനോടും പാർട്ടിയിലിരിക്കുമ്പോ പറഞ്ഞാ മതി. പക്ഷെ ഞങ്ങളോട് ഇപ്പൊ പറച്ചാ. ആ കാര്യത്തിൽ നിങ്ങളുടെ അച്ഛനെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ വിട്ടു തരില്ല മക്കളെ. എന്നാ കേട്ടോ, പതിവ് പോലെ ഏതെങ്കിലും ഒരു പ്രൊജക്ട് അനൗൺസ്മെന്റ് അല്ലത്. നാളത്തെ സർപ്രൈസ് യു ഓൾ വിൽ ബി ഷോക്ക്. നാളെ ഒരു ബോംബാ പൊട്ടാൻ പോകുന്നേ. ഒരു വലിയ ബോംബ്. അരി വാങ്ങിക്കണം. ഞാനൊന്ന് പോയിട്ട് വരാം. വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാൻ ആ കടക്കാരൻ പറഞ്ഞതല്ലേ? വേണ്ട, അയാൾക്കൊരു ബുദ്ധിമുട്ട്. മാത്രമല്ല, ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ള കാര്യം തന്നെ അങ്ങ് മറന്നുപോകും. എന്തെങ്കിലും വേണോ തനിക്ക്? കുഴമ്പ് തീർന്നു. ഇത്തിരി മേടിച്ചാ? എന്നാ ഞാൻ പോയിട്ട് വരാം. കാശ്? കാശ്
അമ്മേ മോനെ ആഹാ, അച്ഛനും അമ്മയും കണ്ടപ്പോ എന്നെ മറന്നുപോയല്ലേ? താൻ എങ്ങനെ ഇവരുടെ കൂടെ കൂടി? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തിയപ്പോ അമ്മ അച്ഛനോട് വണ്ടി കാത്ത് നിൽക്കുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നത്. ഞങ്ങള് വേറെ വണ്ടി വിളിച്ചു പോവാന്ന് പറഞ്ഞതാ, ഇയാള് കേട്ടില്ല. താൻ കയറുന്നില്ലടോ? അയ്യോ, ഓൾറെഡി ലേറ്റ് ആയി. വൈകിച്ചെന്നാ അറിയാലോ, മൈഥിലി മാഡത്തിന്റെ മുമ്പിൽ കൈയും കെട്ടി നിന്ന് കൊടുക്കേണ്ടി വരും. ആ എങ്കിൽ പിന്നെ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അച്ഛനും അമ്മയും പിക്ക് ചെയ്യുന്ന കാര്യമല്ലേ, ഡോക്ടർ ഒന്നും പറയില്ല. ശരി, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി. ശരി, പോയിട്ട് വാ. വരൂ. നീ കുറച്ച് ക്ഷീണിച്ചോ? ഏയ് ഇല്ലമ്മേ. മുഖം ഒന്ന് കറുത്തു. അലച്ചിലിന്റെ ആവും. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാവും. നീ എന്തെങ്കിലും ഒന്ന് സമ്മതിച്ചു കൊടുക്കടാ. കൊറേ കാലമായിട്ട് മക്കളെ കാണുമ്പോ അവര് ക്ഷീണിച്ചോ കറുത്തോ നീ വരുന്നും കഴിക്കാറില്ലേ? ഈ ചോദ്യമൊക്കെ അമ്മമാരുടെ ഒരു അവകാശമാ. മിണ്ടാതെ അങ്ങ് കേട്ടാ മതി. കളിയാക്കണ്ട, ഞാനുള്ളതാ പറഞ്ഞ. ദേ, ഇവിടെ ഒന്ന് വന്ന് നിന്ന് എന്നെ പരിപാലിക്കാൻ പറഞ്ഞ അമ്മ കേൾക്കില്ലല്ലോ. എന്നെ പറഞ്ഞിട്ടെന്താ? നിന്നെ പരിപാലിക്കാനേ ഈ ലോകത്ത് കിട്ടാവുന്ന നല്ല ഒരുത്തി നിന്റെ കൂടെ തന്നെ ഉണ്ട്, മൈഥിലി. ഇവിടെ എന്റെ ആവശ്യമൊന്നുമില്ല. ആ പറഞ്ഞത് കാര്യമാ. അല്ല, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പ്രത്യേകിച്ച് ഒന്നുമില്ല അച്ഛാ. രണ്ടാളെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇവിടെ എല്ലാവരുടെയും ഒഴിവ് നോക്കിയിട്ട് അങ്ങോട്ട് പുറപ്പെടാന്ന് പറഞ്ഞാല് അത് ഈസിയല്ല. അതുകൊണ്ടാ. പോരുമ്പോ അച്ഛനും ഇത് തന്നെ പറഞ്ഞു. ഞങ്ങളൊരു 3-4 ദിവസം ഇവിടെയുണ്ട്. നിന്റെ പരാതി അങ്ങ് തീർത്തേക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മൈഥിലി ഡോക്ടർ എവിടെയാ? എമർജൻസി വാർഡിലാ. മാം, വരുമ്പോ സാറിന്റെ അച്ഛനും അമ്മയും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. ഞാനാ വീട്ടിൽ കൊണ്ടാക്കിയത്. ഡോക്ടർ അരുണിന് എപ്പോഴായിരുന്നു ഡ്യൂട്ടി ടൈം? സോറി. സീനിയേഴ്സിന്റെ വീട്ടുജോലികൾ ചെയ്യാനല്ല ഹോസ്പിറ്റലിൽ നിന്ന് ശമ്പളം തരുന്നത്. എന്നെ ഇംപ്രസ് ചെയ്യാൻ ഒന്നും ചെയ്യണ്ട. ഇവിടുത്തെ പേഷ്യൻസിനെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. മിസ്റ്റർ അരുൺ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞ കൂടുതൽ ഡെക്കറേഷൻ എടുക്കരുത്. അതെ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ആദ്യം സ്വയം നന്നാവാൻ നോക്കണം. ഇത് എന്റെ മുന്നിൽ വെച്ചായത് നന്നായി, എനിക്കിഷ്ടായി. പ്ലീസ്, താൻ ചെന്ന് തന്റെ ഡ്യൂട്ടി നോക്കടോ. ലക്ഷ്മി അമ്മേ. ആ, മോൻ എപ്പോ വന്നു? ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ അമ്മേ. കുട്ടിച്ചൻ കടയിലേക്കൊന്ന് പോയി. ഞാനൊന്ന് മയങ്ങി. മോനെ കാണുമ്പോ ഞാനൊന്ന് പുറകിലേക്ക് നോക്കും, അവൻ കൂടെയുണ്ടോന്ന്. അങ്ങനെയായിരുന്നല്ലോ രണ്ടാളും.
എന്തിനാ ഇത്ര പെട്ടെന്ന് ദൈവം അവനെ വിളിച്ചോണ്ട് പോയത്? ആരുണ്ട് ഞങ്ങൾക്ക്? അവൻ പോയപ്പോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷെ ഓരോ തവണയും കുട്ടിച്ച് നിന്നെ തടയും. ഞാൻ എന്ത് ചെയ്യാനമ്മേ? പറഞ്ഞിട്ട് കാര്യമില്ല. അഭിമാനിയാ കുട്ടിച്ചൻ. മരണം വരെ അതങ്ങനെ തന്നെ ഇരിക്കും. മോൻ കുട്ടിച്ചൻ വന്നിട്ടല്ലേ പോകുന്നുള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കട്ടൻ ചായ മൈൻഡ് കൂളാവാൻ നല്ലതാ. എടുത്തു കുടിക്ക്. എനിക്ക് വേണ്ട. സിസ്റ്റർ ഷീന ഒരു പരാതി പറഞ്ഞു. നീ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ട്രേ തട്ടിട്ടോ? ഓ, ഇനി അതിനും വഴക്ക് പറയാനാണോ? ഡോക്ടർ അരുൺ, പൊസിഷനൊക്കെ കൊള്ളാം. പക്ഷെ നീ ഇങ്ങനെ ഇരുന്ന് ചിണുങ്ങുന്നത് കാണുമ്പോഴേ അംഗൻവാടിയിൽ നിന്ന് ചില കുട്ടികളെ വിളിച്ചിറക്കിയതുപോലെ ഉണ്ട്. കളിയാക്കൊന്നും വേണ്ട. നീ പിന്നെ എന്താ കാണിച്ചത്? അച്ഛനും അമ്മയും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അവരൊരു വണ്ടി വിളിച്ചു പോവില്ലായിരുന്നോ? വെറുതെ അതിനിടയിൽ ഒരു ആത്മാർത്ഥത കാണിച്ചിട്ട്. അല്ലെങ്കിലും ആത്മാർത്ഥതയ്ക്കൊന്നും ഇവിടെ ഒരു വിലയില്ലല്ലോ. ചുമ്മാ ഇരുന്ന് ചിണുങ്ങാതെ ആ ചായ എടുത്ത് കുടിച്ചിട്ട് എഴുന്നിട്ട് പോവാൻ നോക്ക്. എന്തിനാ ഇരിക്കുന്നത്? ഹേയ്, എന്റെ യദുമോനെ, ഇത്തിരിയേ ഉള്ളൂ. അവനെ പോലും ഇങ്ങനെ ഒരു പരാതി കുടിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ഇനി ഒരിക്കലും എന്നോട് അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാനും പാടില്ല. കേട്ടല്ലോ? സാരംഗ് വന്നിട്ട് അല്പനേരമായി. കാര്യങ്ങളൊക്കെ മൈഥിലി വന്ന് എന്നോട് പറയാറുണ്ട്. ഇറങ്ങണമെന്ന് വിചാരിച്ചാലും സമയം കിട്ടില്ല. തിരക്കല്ലേ, ലോകം വെട്ടിപ്പിടിക്കാനുള്ള തിരക്ക്. നടക്കട്ടെ. സാരംഗിന് എന്തോ പറയാനുണ്ടെന്ന്. ജില്ലാതലത്തില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു എൻറോൾമെന്റ് ഏർപ്പെടുത്തിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ ഒരു ചടങ്ങല്ല, ആ കുട്ടികളുടെ മുഴുവൻ പഠനച്ചെലവും ഏറ്റെടുത്തുകൊണ്ട് തന്നെ. സേതുവിന്റെ പേര് ചെയ്യാന്നാ കരുതുന്നത്. വേണ്ട, അവന്റെ പേരിൽ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് എന്താ കുഴപ്പം? എനിക്കത് ഇഷ്ടമല്ല. നമ്മുടെ മോന്റെ പേരിലല്ലേ? അവന്റെ പേരിൽ അവാർഡ് കൊടുത്താ അവൻ ജീവനോടെ തിരിച്ചു വരുമോ? അവനെ ആരും ഓർക്കണ്ട. അവനെ ഓർക്കാൻ ഞങ്ങൾ രണ്ടാളും മതി. ഞങ്ങൾ അവസാനിക്കുമ്പോ ഞങ്ങളുടെ കൂടെ അവന്റെ ഓർമ്മ അങ്ങ് അവസാനിക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഒരു സംസാരമില്ല. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിട്ട് വരാമേ. ശരി മോനെ. കുടിക്കച്ച. അമ്മേ എടുക്ക്. യാമി, അവിടെ നിക്കവിടെ. ഇല്ല അമ്മ, അമ്മ വേണ്ട പ്ലീസ്. അമ്മ പ്ലീസ്, എനിക്ക് വേണം പ്ലീസ്. തല ദൂർത്തിട്ടെന്ന് നിക്കാൻ. എന്താ ഒരു ഓട്ടപ്പന്തയം?
കുളിമുറിന്ന് ഇറങ്ങിയ തല നേരെ ചൊവ്വെ തോർത്തില്ല, അതിന് വിളിച്ചതാ. ഞാൻ ഡ്രയറെ വെച്ച് ഉണക്കിക്കോളാം അമ്മേ. അത് വേണ്ട, എപ്പ നോക്കിയാലും നിനക്കൊരു ഡ്രയർ. ഒടുവിൽ മുടിയൊന്നും ഉണ്ടാവില്ല. ആ ടൗലിങ്ങതാ മോള് വാ. അവിടെ ഇരിക്ക്. അമ്മ പറയുന്നത് കാര്യമാട്ടാ മോളെ. കുറച്ചു കാലം കഴിഞ്ഞ് മുടി കൊഴിയുന്നത് കാണുമ്പോഴേ നിനക്ക് മനസ്സിലാവൂ. ഉപദേശം വേണ്ടത്ര അമ്മ വെച്ച് വിളമ്പുന്നുണ്ട്. ഇനി അച്ഛമ്മയും കൂടെ തുടങ്ങണ്ട. പാടുപെടുത്തും നിന്നെ. യദുവിനെ കൊണ്ട് കുഴപ്പമുണ്ടോ? അവൻ അമ്മയുടെ പെറ്റല്ലേ. അമ്മ പറയുന്നത് വിട്ട് ഒരു കളിയുമില്ല. ആ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണ്. ഓ സുഖാ മോനെ. രഞ്ജിത്തെ, ഐ എം റിയലി സോറി. ഞാനൊരല്പം ഷാർപ്പായിട്ട് നിന്നോട് സംസാരിച്ചു. ഇറ്റ്സ് ഓക്കെ. അത് നമ്മുടെ ഫാമിലി മാറ്ററിൽ കൂട്ടിക്കൊഴിക്കണ്ട. വിഷമൊക്കെ ഉണ്ടായിരുന്നു, മൈഥിലി വന്നാ സോൾവ് ചെയ്തത്. ഇന്നെന്താ പുതിയ അനൗൺസ്മെന്റ്? ഏതോ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. വെയിറ്റ് ചെയ്യടോ, രാത്രി ആയിക്കോട്ടെ. ആഹാ. ആ രണ്ടുപേരും കൂടി കലക്കി കളഞ്ഞല്ലോ. പാടാനുള്ള കഴിവ് ഇയാളിൽ നിന്ന് കിട്ടിയതാ. ഇയാൾ എന്ത് രസാട്ടാ പാടുക. നിങ്ങളുടെ അച്ഛനെ പണ്ട് ഞാൻ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ഇവൻ പാട്ട് പഠിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഭാഗവതര് നാട് വിട്ട് പോവുകയും ചെയ്തു. അക്കാര്യം പറഞ്ഞ രസമാ. എനിക്കാണെങ്കിൽ പാട്ടൊന്ന് കേൾക്കുന്നതേ അലർജിയാ. നേരം വെളുക്കുമ്പോ അയാളുടെ മുന്നിൽ ചെന്നിരിക്കണം. അയാളാണെങ്കിൽ വെറ്റില മുറുക്കുന്ന ആളാ. ഒരു സായും രീയും പാടുമ്പോ വെറ്റില എന്റെ മുഖത്തേക്ക് തെറിക്കും. എനിക്കത് എന്ത് ദേഷ്യായിരുന്നു അറിയോ. എന്നിട്ട് അയാളിങ്ങനെ നാട് വിട്ടത്? ഞാൻ വെറ്റിലയിൽ നായ്ക്കറിനെ പൊടി തേച്ചു വെച്ചു. ചൊറിഞ്ഞു പൊള്ളിയിട്ട് ആ ഓട്ടത്തില് നാട്ടീന്നേ പോയി. അത് കൊള്ളാലോ. ഈ നായ്ക്കറിനെ പൊടി എവിടെ കിട്ടും? എന്തിനാ? ഞങ്ങളുടെ സാറിന് കൊടുക്കാനാ. കണ്ടോ കണ്ടോ, ഇവളിനി അതും കൂടെ ചെയ്യും, എനിക്ക് ഉറപ്പാ. ഏയ് ഇല്ലില്ല, ഇവള് ഗുഡ് ഗേൾ അല്ലേ. ആ എന്നാ നമുക്കിനി ഫുഡ് കഴിച്ചാലോ? ആയിക്കോട്ടെ. എന്റർടൈൻമെന്റ് കഴിഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഫുഡ് എന്നാണല്ലോ. സുമേ, വിളമ്പിക്കോ. മതി മതി. അപ്പൊ ശരിക്കു പറഞ്ഞ ഇയാള് മൊത്തത്തിൽ ഒരു കുഴപ്പക്കാരനായിരുന്നു അല്ലേ അമ്മേ? അത് കോളേജിൽ പഠിക്കുമ്പോ നിങ്ങൾക്കറിയാത്ത കാര്യമാണോ? ആ അതെ, കുറച്ചു നേരമായി നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഈ മേശപ്പുറത്ത് ഫ്രൈ ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നിർത്തിയേ. എങ്കിലേ അച്ഛൻ നിങ്ങൾ ആ സർപ്രൈസ് എന്താന്ന് പറ.
അനൗൺസ്മെന്റ് അങ്ങ് പോരട്ടെ. എല്ലാരും അതൊന്ന് അറിയട്ടെ. പറയടോ. എന്ത് പറ്റിയടാ? നത്തിങ്. ഇത് ചുമ്മാ പറയാൻ പോകുന്ന സർപ്രൈസിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടണ്ടേ? ഹാ, നീ ചുമ്മാ പറയുന്നെങ്കിൽ പറയടാ, ഞങ്ങളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. ഇത്രയ്ക്ക് സസ്പെൻസ് ഒന്നും വേണ്ട. ഞങ്ങക്ക് ബോറടിച്ചു തുടങ്ങി അല്ലേ മക്കളെ? അതെ അച്ഛാ, ഇത് ബോറാ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ഇതെന്റെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചല്ല, ഈ കുടുംബത്തിനെ കുറിച്ചാ. ഞാനും മൈഥിലിയും ഇനി ഒന്നിച്ച് ജീവിക്കുന്നില്ല. നീ എന്താ പറഞ്ഞേ? ഞാനും മൈഥിലിയും തമ്മിൽ ഇനി ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ല.